എവ്രിവൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ STV കോളേജിലെ പിള്ളേരുടെയും അധ്യാപകരുടെയും ഒരു ഒപ്പീനിയൻ ഇന്റർവ്യൂ എടുക്കാനാണ് പോകുന്നത്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകളിൽ വാലിഡ് ആക്കണോ വേണ്ടേ, അത് കുട്ടികളിൽ കുഞ്ഞിലെ മുതൽ അതിന്റെ എഡ്യൂക്കേഷൻ കൊടുക്കണോ വേണ്ടേ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ശ്രീ, നമുക്ക് പോയാലോ? സാർ, ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുന്നത് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളുകൾക്ക് വാലിഡ് ആക്കണോ അതോ ഇൻവാലിഡ് വേണോ, പിള്ളേർക്ക് സെക്സ് എഡ്യൂക്കേഷൻ കുഞ്ഞിലെ മുതൽ കൊടുക്കണോ എന്നുള്ളൊരു ഇതായിട്ട് സാറിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഇപ്പം ഒരു കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായിട്ട് സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിലാണ് അനിവാര്യമാണ്. അത് കാരണം എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പിള്ളേര് ഭയങ്കര ക്യൂരിയസ് ആവുകയാണ് ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അതിലോട്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ബേസിക് എഡ്യൂക്കേഷൻ അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ നിന്നുണ്ടാകുന്ന കുറച്ച് അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ മാത്രമല്ല, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചുള്ള മെൻസ്ട്രേഷൻ പോലുള്ള കാര്യങ്ങള് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സമയം കഴിഞ്ഞു ഇപ്പോഴത്തെ തലമുറ. അപ്പം ഫ്രം ദ ബിഗിനിങ് ഒരു പാഡ് മേടിക്കാൻ പോകാനാണെങ്കിലോ അല്ലെങ്കിൽ അമ്മയ്ക്കാണെങ്കിലും പെങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഒരു സഹായം ചെയ്യുന്നതിൽ ഒരു വിരുദ്ധ കാണിക്കരുത്. അപ്പൊ അത് കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സമയത്ത് പെൺപിള്ളേരായാലും ആൺകുട്ടികളായാലും ഇതിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അറിഞ്ഞിരിക്കുമ്പോ പിന്നെ അവർക്ക് ഗുണകരവും ചെയ്യും. പെൺപിള്ളേരടുത്തായാലും ആൺപിള്ളേരടുത്തായാലും ആരടുത്തായാലും അങ്ങനെ ചെയ്യത്തില്ല. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ വിഷയങ്ങളെ കുറിച്ചും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് കുട്ടികൾ ചെറുപ്പത്തിൽ പഠിക്കുന്നത് നല്ലതായിരിക്കും. കാരണം സാമൂഹികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പേഴ്സണലി അവർ പോകുമ്പോഴേക്കും ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവരുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അവർ പഠിക്കുമ്പോഴേക്കും നെഗറ്റീവായിട്ടുള്ള അർത്ഥങ്ങൾക്ക് അപ്പുറം വേണ്ട രീതിയിൽ കാര്യങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. സെക്സ് എഡ്യൂക്കേഷൻ ഉറപ്പായിട്ടും വേണം. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യമാണ്. പെൺകുട്ടികളെ നമ്മൾ എങ്ങനെ നടക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരാളോട് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ നമ്മൾ വീട്ടുകാര് പണ്ട് മുതലേ പറഞ്ഞ് പഠിപ്പിച്ചു വിടാറുണ്ട്. അതേപോലെ പെൺകുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ആൺകുട്ടികളെ തീർച്ചയായിട്ടും പഠിപ്പിക്കണം. പെൺകുട്ടികളെ ഏത് കണ്ണോടെ കാണണമെന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മൾ ബോയ്സിലേക്ക് എത്തിക്കണം. അങ്ങനെ സെക്സ് എഡ്യൂക്കേഷൻ വളരെ അത്യാവശ്യമാണ്. ചെറുതിലെ മുതലേ പിള്ളേരെ പഠിപ്പിച്ചു വളർത്താം. അതെന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു കൊച്ചു വളർന്നു വരുമ്പം ലൈക്ക് ബേസിക്കാ നമ്മളൊരു കാര്യങ്ങൾ ഫീഡ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സെക്സ് എഡ്യൂക്കേഷൻ. ലൈക്ക് അതും അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയല്ലേ. ലൈക്ക് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ, എന്താണ് എല്ലാം അറിഞ്ഞിരിക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പം സെക്സ് എഡ്യൂക്കേഷൻ കുഞ്ഞിലെ തൊട്ട് വേണം. എന്നുവെച്ചാൽ ഒരു 3 വയസ്സുള്ള ഒരു കൊച്ചു തൊട്ട് അത് തുടങ്ങണം. അവർക്ക് ഒരു ബാഡ് ടച്ച്, ഗുഡ് ടച്ച് അങ്ങനെ പറഞ്ഞ് ഓരോ ലെവലിലും അവർക്ക് വേണ്ടതായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇപ്പോഴും സെക്സ് എഡ്യൂക്കേഷന്റെ ഒരു പ്രാധാന്യം അറിയാത്ത പേരൻസ് ഉണ്ട്, കുട്ടികളും ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് വുമൻസിനെ ഒക്കെ ആണെങ്കിലും ചുമ്മാ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ മാറണം. സെക്സ് എഡ്യൂക്കേഷനിലൂടെ അതൊക്കെ കുറെ മാറ്റാൻ പറ്റും. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ വേണം. എന്റെ അഭിപ്രായം കൊടുക്കണമെന്നില്ല. കാരണം കുറെ കുട്ടികളും ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി അറിയേണ്ട കാര്യമുണ്ട്. കാരണം ഭാവി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഇപ്പം സപ്പോസ് കുട്ടികള് അബ്യൂസ് ചെയ്തിരുന്ന കുട്ടികളുണ്ട്, അവർക്ക് അത് ലൈക്ക് അവർക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മനസ്സിലാകുന്ന തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടെങ്കിൽ അപ്പൊ എന്റെ അഭിപ്രായത്തിൽ കൊടുക്കുന്നത്. എന്തുകൊണ്ട് വേണം? എന്തുകൊണ്ട് പിള്ളേരെ ആ ഇതുണ്ടല്ലോ, ഓരോ നമ്മള് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുമല്ലോ, അതെന്തായാലും എല്ലാവരുടെയും ഉണ്ട്. കുട്ടികളാണെങ്കിൽ ഇപ്പൊ നമ്മൾ വരുന്ന കുട്ടികളിൽ പഠിക്കാൻ വരുന്ന അഡ്മിഷൻ എടുത്ത കുട്ടികൾ നമുക്ക് കാണുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അവർ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യില്ല. അപ്പം അത്യാവശ്യമാണ്. സോ ഫൈനലി നമ്മുടെ ഇന്റർവ്യൂ സെക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പോസിറ്റീവും അതനുസരിച്ചുള്ള നെഗറ്റീവും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടിയാണ് നമുക്ക് കിട്ടിയത്. ശ്രീ, എന്താ അതിനെ പറ്റി പറയാനുള്ളത്? അസ്ന പറഞ്ഞത് ശരിയാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ ഇന്റർവ്യൂയിലൂടെ കാണാൻ പറ്റും. ഒരുപാട് പോസിറ്റീവ് റിപ്ലൈ ആണ് നമുക്ക് കിട്ടിയത്. സൊസൈറ്റി കുറെ മാറിയിട്ടുണ്ട്, ഇനിയും മാറാനുണ്ട്, ഇനിയും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും പുതിയ എപ്പിസോഡുമായി ഞാൻ നിങ്ങളുടെ അസ്ന ഉടനെ എത്തുന്നതായിരിക്കും. അസ്ന സൈനിങ്.